Dear students, welcome to Learner's World. In this video, I'm going to talk about an essay on the rule of the road by A.G. Gardiner, FIUGP, VSc, Semester 4 Science under Calcutta University. Summary of On the Rule of the Road by A.G. Gardiner. A.G. Gardiner's essay on the rule of the road explains the true meaning of freedom and stresses the need for self-control and social responsibility in everyday life. അപ്പോൾ A.G. ഗാർഡിനറുടെ എസ്സേ ആണ് ദ റൂൾ ഓഫ് ദ റോഡ് എന്ന് പറയുന്നത്. ഇതിൽ ഫ്രീഡത്തിൻ്റെ ട്രൂ മീനിങ് പറയുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ സെൽഫ് കൺട്രോളിൻ്റെ ആവശ്യകത, അതുപോലെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉള്ള സാമൂഹികപരമായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, അതിനൊക്കെ ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. The writer argues that freedom does not mean the right to act as we please without considering others. അതുപോലെ ഇതിൽ എഴുത്തുകാരൻ ആർഗ്യൂ ചെയ്യുന്നുണ്ട്, ഫ്രീഡം എന്ന് പറയുന്നത് നമ്മുടെ ഒരു അവകാശം, അതായത് നമ്മൾക്കുള്ള സന്തോഷം നമ്മൾ നടപ്പിലാക്കുക, മറ്റുള്ളവരെ മനസ്സിലാക്കാതെ, അവർക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ടോ എന്നൊന്നും നോക്കാതെ നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്ന അതിനെ ഫ്രീഡം എന്ന് അർത്ഥമാക്കില്ല എന്നാണ് പറയുന്നത്. True freedom can exist only when people respect rules and the rights of fellow citizens. True freedom, യഥാർത്ഥ സ്വാതന്ത്ര്യം, യഥാർത്ഥ ഫ്രീഡം എന്ന് പറയുന്നത് അത് നിലനിൽക്കുന്നത് നമ്മൾ നിയമങ്ങൾ നമ്മൾ പാലിക്കുമ്പോഴും അതിനെ റെസ്പെക്റ്റ് ചെയ്യുമ്പോഴും, അതുപോലെ നമ്മുടെ ഫെല്ലോ സിറ്റിസൺസ്, നമ്മുടെ കൂടെയുള്ള ആളുകളെ അവകാശങ്ങൾ കൂടി മാനിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ ഫ്രീഡം കിട്ടുന്നത്. Gardiner begins with the example of an old woman who insists on walking in the middle of the road, claiming it is her personal liberty. അപ്പോൾ നമ്മുടെ ഗാർഡിനർ ഈ ഒരു എസ്സേ തുടങ്ങുന്നത് തന്നെ ഒരു ഉദാഹരണത്തിലൂടെയാണ്. അതായത് ഒരു വൃദ്ധയായ സ്ത്രീ എനിക്ക് എൻ്റെ അവകാശമാണ് ഇത്, എൻ്റെ ഫ്രീഡമാണ് ഇത് എന്ന് പറഞ്ഞിട്ട് ഒരു റോഡിൻ്റെ നടുവിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അത് അവരുടെ പേഴ്സണൽ ലിബേർട്ടിയാണ്, ഇതെൻ്റെ അവകാശമാണ്, എൻ്റെ ഫ്രീഡമാണ്, എനിക്ക് വേണമെങ്കിൽ റോഡിൻ്റെ നടുവിലൂടെ നടക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ അവകാശവാദം ഉന്നയിച്ചു കൊണ്ടാണ് അവർ നടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? റോഡിലൂടെ ഒരുപാട് വാഹനങ്ങൾ പോകുന്നുണ്ടാകാം, അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്, അവരൊക്കെ ബ്ലോക്ക് ആവുകയാണ് ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത്. അപ്പോൾ നമ്മളെ ഫെല്ലോ സിറ്റിസണെ നമ്മൾ മാനിക്കാതെ ഇതൊക്കെ നമ്മളുടെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഇഷ്ടത്തിന് നടക്കുന്നതാണ് ഇത്. അപ്പോൾ ഇതിലൂടെ അതുപോലെ നമ്മൾ റോഡ് നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നില്ല, റോഡ് നിയമങ്ങളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. The writer points out that if everyone behaved like this, public life would become chaotic and dangerous. അപ്പോൾ ഇതിൽ എഴുത്തുകാരൻ പറയുന്നത്, എല്ലാവരും ഇതുപോലെ ബിഹേവ് ചെയ്താൽ, എല്ലാവരും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പബ്ലിക് ലൈഫ് എന്തായി മാറും? വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനായിട്ട് മാറും. ഇങ്ങനെ എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ അവകാശം, ഇതാണ് എൻ്റെ ഫ്രീഡം, ഇതാണ് മൈ പേഴ്സണൽ ലിബേർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നടു റോഡിൽ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ, അതായത് നമ്മൾ റോഡ് മുറിച്ച് കിടക്കണമെങ്കിൽ ഒരു സീബ്ര ലൈൻ ക്രോസ് ചെയ്യണം, അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് പോകാനുള്ളതാണ് നോക്കണം, നമ്മുടെ ഫെല്ലോ സിറ്റിസൺസിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇതൊന്നും ചെയ്യാതെ ഈ സ്ത്രീ ചെയ്യുന്ന പോലെ നമ്മളെല്ലാവരും ബിഹേവ് ചെയ്താൽ നമ്മളെ പബ്ലിക് ലൈഫ് എന്ന് പറയുന്നത് എന്തായി മാറും? വളരെ ഡേഞ്ചറസ് ആയിട്ട് മാറും. Traffic rules are not meant to reduce freedom, but to protect the safety and freedom of all. ട്രാഫിക് റൂൾസ് എന്ന് പറയുന്നത്, ട്രാഫിക് നിയമങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാനുള്ള ഒന്നല്ല. അതിന് പകരമായിട്ട് നമ്മളുടെ സേഫ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും എല്ലാവർക്കും ഫ്രീഡം പ്രദാനം ചെയ്യാനുമാണ് ട്രാഫിക് നിയമങ്ങളുള്ളത്. ഒബേയിങ് റൂൾസ് ഹെൽപ്പ് സൊസൈറ്റി ഫങ്ഷൻ സ്മൂത്ത്ലി. ഒരു സമൂഹം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ നിയമങ്ങൾ പാലിക്കണം, എന്നാൽ മാത്രമേ നമ്മൾ സമൂഹം നല്ല രീതിയിൽ സ്മൂത്തായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. The essay further explains that society allows individuals freedom in private matters such as food habits, dress, opinions and personal beliefs. അതുപോലെ തന്നെ ഈ ഒരു എസ്സേ നമ്മളോട് വിവരിക്കുന്നുണ്ട്, അതായത് നമ്മുടെ സമൂഹം നമുക്ക് അനുവദിച്ചിട്ടുള്ള കുറച്ച് പ്രൈവറ്റായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള കുറച്ച് ഫ്രീഡം ഉണ്ട്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനും അതൊന്നും ആരോടും അനുവാദം ചോദിക്കുകയോ ഫെല്ലോ സിറ്റിസണെ മാനിക്കുകയോ ചെയ്യേണ്ടതില്ല. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനും നമ്മുടെ പേഴ്സണലായിട്ടുള്ള വിശ്വാസങ്ങൾ
മതത്തിൽ ഏത് മതത്തിൽ വിശ്വസിക്കണം, ഇതൊക്കെ നമ്മുടെ പ്രൈവറ്റായിട്ടുള്ള ഫ്രീഡമാണ്. However, when personal choices affect others, society has the right to interfere. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ പേഴ്സണൽ ചോയ്സസ് മറ്റുള്ളവരെ ബാധിക്കുന്നുണ്ടെങ്കിൽ സമൂഹം അതിൽ ഇൻ്റർഫിയർ ചെയ്യും, ഇടപെടും എന്നാണ് പറയുന്നത്. അതിനൊരു ഉദാഹരണം കൂടെ ഗാർഡിനർ നൽകുന്നുണ്ട്. ഗാർഡിനർ ഗിവ്സ് ദ എക്സാമ്പിൾ ഓഫ് പാരൻസ് ഹു ആർ ഫ്രീ ടു ചൂസ് ഹൗ ദെയർ ചൈൽഡ് ഈസ് എഡ്യൂക്കേറ്റഡ്, but they cannot deny education together or raise the child in a way that make him a danger to society. അദ്ദേഹം നൽകുന്ന ഒരു ഉദാഹരണം, പാരൻസ് തൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അതുപോലെ എവിടെ കൊടുക്കണം, ഏത് സ്കൂളിൽ കൊടുക്കണം, എങ്ങനത്തെ വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സാണ്, അവരുടെ ഫ്രീഡമാണ്. പക്ഷേ ആ ഒരു എഡ്യൂക്കേഷനെ ഡിനൈ ചെയ്യാൻ, അതിനെ തടയാൻ ഒരു പാരൻറ്റിനും അവകാശമില്ല. അങ്ങനെ സംഭവിക്കുന്നിടത്ത് സമൂഹം ഇടപെടും. അതുപോലെ തൻ്റെ മക്കളെ തോന്നിയ പോലെ സമൂഹത്തിനൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ വളർത്തിക്കഴിഞ്ഞാലും അത് സമൂഹത്തിനൊരു പ്രശ്നമുള്ള കാര്യമാണ്. അപ്പോഴും സമൂഹം ഇൻ്റർഫിയർ ചെയ്യും എന്നാണ് പറയുന്നത്. Therefore, a minimal level of education and discipline is necessary for the good of the community. അപ്പോൾ ഈ ഒരു സമൂഹ നന്മക്ക് വേണ്ടിയിട്ട് നമ്മുടെ മക്കൾക്ക് നമ്മളൊരു മിനിമം ലെവൽ ഓഫ് എഡ്യൂക്കേഷനും ഡിസിപ്ലിനും അച്ചടക്കവും നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. Gardiner emphasizes that civilization is judged not by rare acts of heroism but by small everyday actions. പിന്നീട് അദ്ദേഹം എംഫസൈസ് ചെയ്യുന്നത്, ഊന്നൽ നൽകുന്നത്, സിവിലൈസേഷൻ, സംസ്കാരം എന്ന് പറയുന്നത് ഹീറോയിസത്തിലൂടെ കാണിക്കുന്ന ഒരു പ്രവൃത്തിയല്ല, മറിച്ച് നമ്മുടെ നിത്യജീവിതത്തിലുള്ള നമ്മുടെ ബിഹേവിയറിലൂടെ കാണിക്കുന്ന ഒരു പ്രവൃത്തിയാണ് സിവിലൈസേഷൻ, സംസ്കാരം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ സംസ്കാരമാണ്. Simple habits like following traffic rules, speaking softly in public places, and showing concern to others reveal whether a society is civilized or uncivilized. ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള ഹാബിറ്റ്സിലൂടെ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ശീലങ്ങളിലൂടെ, അതായത് ട്രാഫിക് റൂൾസ് ഫോളോ ചെയ്യുക, പബ്ലിക് പ്ലേസസിൽ വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുക, മറ്റുള്ളവർക്കും കൂടെ പരിഗണന നൽകിക്കൊണ്ടുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടുക, ഇതിലൂടെയൊക്കെ ഒരു സമൂഹം സിവിലൈസ്ഡ് ആണോ അൺസിവിലൈസ്ഡ് ആണോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് അത് സംസ്കാരമുള്ള ഒരു സമൂഹമാണോ സംസ്കാരമില്ലാത്തതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദീസ് ഓർഡിനറി ആക്ട്സ് മേക്ക് ലൈഫ് പ്ലസൻറ്റ് ഓർ അൺപ്ലസൻറ്റ് ഫോർ എവരി വൺ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓർഡിനറി സാധാരണ ഈ ഒരു പ്രവർത്തികളിൽ തന്നെ ജീവിതം സന്തോഷകരമാണോ അല്ലെങ്കിൽ സന്തോഷമില്ലാത്ത ഒരു അവസ്ഥയാണോ എല്ലാവർക്കും ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. The writer uses humor, irony and simple examples to convey his message effectively. അപ്പോൾ ഇതിൽ നമ്മുടെ ഗാർഡിനർ വളരെ കുറച്ച് ഹ്യൂമറൊക്കെ കലർത്തിക്കൊണ്ട്, ഐറണി ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ കുറച്ച് ലളിതമായിട്ടുള്ള ഉദാഹരണത്തിലൂടെയൊക്കെയാണ് ഈ ഒരു മെസ്സേജ് വളരെ ഇഫക്റ്റീവായിട്ട് കൺവേ ചെയ്തിരിക്കുന്നത്. He concludes that a healthy society depends on a balance between individual liberty and social discipline. അദ്ദേഹം ഈ ഒരു എസ്സേ അവസാനിപ്പിക്കുന്നത് തന്നെ നല്ല ഒരു സമൂഹം, ഒരു ആരോഗ്യമുള്ള ഒരു സമൂഹം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതായത് ഇൻഡിവിജ്വൽ ലിബർട്ടിയും സോഷ്യൽ ഡിസിപ്ലിനും ബാലൻസ് ചെയ്തുകൊണ്ടാണ് ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള സൊസൈറ്റി നിലനിൽക്കുന്നത്. ഇൻഡിവിജ്വൽ ലിബർട്ടി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഫ്രീഡം, അയാളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫ്രീഡം, അയാൾക്ക് ഏത് ഭക്ഷണം കഴിക്കണം, അയാൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള ഫ്രീഡം. സോഷ്യൽ ഡിസിപ്ലിൻ, സാമൂഹികപരമായിട്ടുള്ള ഒരു അച്ചടക്കം, ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്തുകൊണ്ടാണ് ഒരു നല്ല ഹെൽത്തി സൊസൈറ്റി നിലനിൽക്കുന്നത്. അൺലിമിറ്റഡ് ഫ്രീഡം ലീഡ്സ് ടു ഡിസോർഡർ വൈൽ സ്ട്രിക്റ്റ് കൺട്രോൾ ലീഡ്സ് ടു ഓപ്പറേഷൻ. അതായത് ഒരാൾക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രീഡം ഡിസോർഡറിലേക്ക് നയിക്കും. അതുപോലെ ഒരു ഒരാളെ സ്ട്രിക്റ്റായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യാണ്, അയാൾക്ക് ഒരു ഫ്രീഡം കൊടുക്കാതെ അയാളെ കൺട്രോൾ ചെയ്യുന്നതിലൂടെ അയാൾ ഓപ്പറേഷനിലേക്ക്, ഒരു അടിച്ചമർത്തുന്ന അവസ്ഥയിലേക്കാണ് മാറുന്നത് എന്നാണ് പറയുന്നത്. റെസ്പെക്റ്റിംഗ് റൂൾസ് ആൻഡ് അതേഴ്സ് റൈറ്റ്സ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ട്രൂ ഫ്രീഡം ആൻഡ് എ സിവിലൈസ്ഡ് സൊസൈറ്റി.
നിയമങ്ങൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യുകയും അത് പാലിക്കുകയും മറ്റുള്ളവരുടെ അവകാശങ്ങൾ കൺസിഡർ ചെയ്യുന്നതിലൂടെ ആണ് ഒരു ട്രൂ ഫ്രീഡത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ, അടിത്തറ എന്ന് പറയുന്നത്. അതുപോലെ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റീൻ്റെ, ഒരു സംസ്കാരമുള്ള ഒരു സമൂഹത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് റൂൾസ് നമ്മൾ ഒബേ ചെയ്യുകയും അതുപോലെ മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മൾ മാനിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു ട്രൂ ഫ്രീഡം അതുപോലെ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി ഉണ്ടാകുന്നത്.